പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർ.എച്ച്. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. അതിൻ്റെ മാനദണ്ഡങ്ങളായിരുന്നു പ്രധാനമായും പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ? ഒന്ന് സെൽ സ്ട്രക്ചർ, മറ്റൊന്ന് ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഈ മാനദണ്ഡങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 5 കിങ്ഡംസ്, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് പഠിച്ചു. സെൽ ടൈപ്പ് മൊനീറയിലാണെങ്കിൽ പ്രൊക്കാരിയോട്സ് ആണ്, ബാക്കിയുള്ളതിലെല്ലാം യുക്കാരിയോട്സ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ മൊനീറയിലില്ല, ബാക്കിയുള്ളതിലെല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. സെൽവാള് മൊനീറയിലുണ്ട്, പ്രൊട്ടിസ്റ്റയിൽ ചിലതിൽ മാത്രമുണ്ട്. ഫംഗസിലുണ്ട്, പക്ഷെ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. പ്ലാന്റ്സിൽ സെൽവാൾ ഉണ്ട്, സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആനിമൽസിൽ സെൽവാളില്ല. ബോഡി ഓർഗനൈസേഷൻ മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ആണ്. ഫംഗസിലാണെങ്കിൽ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ്. പ്ലാന്റയിലാണെങ്കിൽ ടിഷ്യൂ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഓർഗൻ ലെവലുമുണ്ട്. അനിമാലിയയിലേക്ക് വരുമ്പോൾ ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. മറ്റൊന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മൊനീറയിൽ ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. ഓട്ടോട്രോഫിക് തന്നെ 2 തരത്തിലുണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. ഹെറ്ററോട്രോഫിക് 2 തരത്തിലുണ്ട്, സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും. പ്രൊട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ അതിലും ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും ഉണ്ട്. ഫംഗസിൽ എല്ലാവരും ഹെറ്ററോട്രോഫ്സ് ആണ്, സാപ്രോഫൈറ്റിക്കോ അല്ലെങ്കിൽ പാരസൈറ്റിക്കോ ആണ്. പ്ലാന്റ്സ് എല്ലാം ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. അനിമൽസ് ആണെങ്കിൽ ഹെറ്ററോട്രോഫിക് ആണ്. അവയിൽ ഹോളോസോയിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണുള്ളത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ കിങ്ഡംസിലേക്ക് ഇനി പോവുകയാണ്. ആദ്യമായിട്ട് കിങ്ഡം മൊനീറ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മൊനീറ എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് ഇനി ബാക്ടീരിയകളെയാണ്. സോ ഇറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ. വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളാണ് അതിൽ വരുന്നത്. കിങ്ഡം മൊനീറയുടെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന്, അവയുടെ സെൽ ടൈപ്പ് പ്രൊക്കാരിയോട്സ് ആണ് ഇതിൽ വരുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ അതുകൊണ്ട് അവയ്ക്ക് ഉണ്ടാവില്ല. മറ്റൊന്ന് സെൽവാൾ ഉണ്ട് ഇവർക്ക്. മറ്റൊന്ന് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി ബാക്ടീരിയകൾ എവിടെ കാണാം? ബാക്ടീരിയകൾ മിക്കവാറും എല്ലായിടത്തും കാണാം. എയറിൽ കാണാം, വാട്ടറിൽ കാണാം, സോയിലിൽ കാണാം. അതുപോലെ തന്നെ ജീവികളുടെ ശരീരത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് കാണാം ബാക്ടീരിയകൾ. അപ്പോൾ ചുരുക്കത്തിൽ മിക്കവാറും ജീവൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ബാക്ടീരിയകളെയും കാണാവുന്നതാണ്. ഇനി കിങ്ഡം മൊനീറയിൽ വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളാണ് വരുന്നതെന്ന് പറഞ്ഞു. ഈ ബാക്ടീരിയകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ആർക്കെ ബാക്ടീരിയകളെന്നും യു ബാക്ടീരിയകളെന്നിങ്ങനെ 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ആർക്കെ ബാക്ടീരിയ, മറ്റൊന്ന് യു ബാക്ടീരിയ. യു എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യു എന്ന് പറഞ്ഞാൽ ട്രൂ. അപ്പോൾ യു ബാക്ടീരിയകളിലാണ് നമ്മൾ ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്ന വിഭാഗങ്ങൾ യു ബാക്ടീരിയകളിലാണ് വരുന്നത്, ശരിയായിട്ടുള്ള ബാക്ടീരിയകൾ. ദെൻ ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വളരെ ഹാർഷായിട്ടുള്ള പരുക്കമായിട്ടുള്ള പരിതസ്ഥിതിയിൽ വളരുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ചൂടുള്ള അരുവികളിലും വളരെ ചൂടുള്ള അരുവികളിലൊന്നും ജീവികൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചൂടുള്ള അരുവികളിലൊക്കെ വളരുന്ന ബാക്ടീരിയകളെയൊക്കെ നമുക്ക് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയാം. അതുപോലെ ഉപ്പിൻ്റെ അംശം കൂടിയ മണ്ണിൽ, ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരാൻ കഴിയുന്ന ബാക്ടീരിയകൾ ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയാം. ആർക്കെ ബാക്ടീരിയ, ദീസ് ആർ ബാക്ടീരിയ വിച്ച് ലീവ് ഇൻ വെരി ഹാർഷ് ഹാബിറ്ററ്റ്സ്. ഇവ ബാക്ടീരിയകളാണ്. അവ ജീവിക്കുന്നത് വളരെ ഹാർഷായിട്ടുള്ള ഹാബിറ്ററ്റ്സിലാണ്. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ. ഹാർഷ് എന്ന് പറഞ്ഞാൽ വളരെ പരുക്കമായിട്ടുള്ള ഹാബിറ്ററ്റ്സ് ലൈക്ക് എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്, അങ്ങേയറ്റം ഉപ്പുള്ള പ്രദേശങ്ങൾ, ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള അരുവികൾ, ആൻഡ് മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവ എവിടെയാണ് കാണുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നു. ചൂടുള്ള അരുവികളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവയെ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയും. എന്താണ് പറയുക? തെർമോ ആസിഡോഫൈൽസ്. ഹോട്ട് സ്പ്രിങ്സിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവയെ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയും. ഇപ്പോൾ തെർമോ ആസിഡോഫൈൽസ്, ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള അരുവികളിൽ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയും. എക്സ്ട്രീം സാൾട്ടി ഏരിയാസിൽ വളരുന്ന ബാക്ടീരിയകളെ ഹാലോഫൈൽസ് എന്ന് പറയും. അങ്ങേറ്റം ഉപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ആർക്കെ ബാക്ടീരിയകളെ നമ്മൾ ഹാലോഫൈൽസ് എന്നാണ് പറയുക.
ഹാലോഫൈൽസ് ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്. അങ്ങേറ്റം ഉപ്പുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഉപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ജീവിക്കുന്ന ബാക്ടീരിയകളെ ഹാലോഫൈൽസ് എന്ന് പറയാം. ഹാലോഫൈൽസ് ബാക്ടീരിയകളുടെ ഫോട്ടോഗ്രാഫാണ്. ദെൻ മെത്തനോജൻസ്, ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. മാർഷി ഏരിയാസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെയാണ് ആർക്കെ ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. സോ മെത്തനോജൻസ് ആർക്കെ ബാക്ടീരിയ വിച്ച് ലിവ് ഇൻ മാർഷി ഏരിയാസ്. ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുന്ന ആർക്കെ ബാക്ടീരിയകളെയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഇനി മെത്തനോജൻസ് റുമിനൻ്റ് അനിമൽസ് എന്ന് പറഞ്ഞാൽ പശു, അതുപോലെ പോത്ത് പോലെയുള്ള അയവിറക്കുന്ന ജീവികളുടെ ഗഡ്സിൽ, കുടലിൽ മെത്തനോജൻസ് കാണാം. ഈ മെത്തനോജൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ഡങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ചാണകത്തിൽ നിന്നും മീഥേൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മീഥേൻ ഗ്യാസ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ബയോഗ്യാസ് എന്ന് പറയാറുണ്ട്. മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗഡ്സ് ഓഫ് സെവറൽ റുമിനൻ്റ് അനിമൽസ് സച്ച് ആസ് കൗസ് ആൻഡ് ബഫലോസ്. പശു, പോത്ത് പോലെയുള്ള അയവിറക്കുന്ന മൃഗങ്ങളുടെ ഗഡ്സിൽ, കുടലിൽ മെത്തനോജൻസ് കാണപ്പെടുന്നു. They are responsible for the production of methane or biogas from the dung of these animals. ഈ മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് അഥവാ മീഥേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ഇവ കാരണമാകുന്നു. മെത്തനോജൻസ് പശുവിൻ്റെയൊക്കെ ഗഡ്സിൽ കാണപ്പെടാം. മെത്തനോജൻസിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. മെത്തനോജൻസ് പശുവിൻ്റെ അതുപോലെ കുതിര ഇവയുടെയൊക്കെ കുടലിൽ കാണാം, മനുഷ്യൻ്റെ വൻകുടലിൽ കാണാം, അതുപോലെ പാഡി ഫീൽഡ്സിലൊക്കെ നെൽവയലുകളിലൊക്കെ കാണാവുന്നതാണ്. സീവേജ് അല്ലെങ്കിൽ അഴുക്കുവെള്ളത്തിലൊക്കെ കാണാവുന്നതാണ്. ഇത്രയാണ് ആർക്കെ ബാക്ടീരിയകളെക്കുറിച്ച്. ദ നെക്സ്റ്റ് വി ക്യാൻ സി യു ബാക്ടീരിയ. ദേ ആർ ഓൾസോ കാൾഡ് ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ ഇവയ്ക്കും സെൽവാളുണ്ട്. ഇവ ചലിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മൊട്ടയിലായിരിക്കാം. മൊട്ടയിൽ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിവുള്ളവരെയാണ് മൊട്ടയിൽ എന്ന് പറയുന്നത്. ചലിക്കാൻ കഴിവില്ലാത്തവരെ നോൺ മൊട്ടയിൽ എന്ന് പറയും. മൊട്ടയിലായിട്ടുള്ള ബാക്ടീരിയകളാണെങ്കിൽ അവയ്ക്ക് ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ എന്ന് പറയുന്ന നാര് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും അവയ്ക്ക്. ഇനി യു ബാക്ടീരിയകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണ്. ഒന്ന് ബാക്ടീരിയകൾ, സയനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. മറ്റൊന്ന് മൈക്കോപ്ലാസ്മ. ദേ ഇൻക്ലൂഡ് ബാക്ടീരിയ, സയനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് മൈക്കോപ്ലാസ്മ. അവയിൽ ബാക്ടീരിയ, സയനോബാക്ടീരിയ അഥവാ നീലഹരിതാലികകൾ, മൈക്കോപ്ലാസ്മ എന്നിവ ഉൾപ്പെടുന്നു. ഫസ്റ്റ് വൺ, ബാക്ടീരിയ. നമ്മൾ സാധാരണ ബാക്ടീരിയ എന്ന് വിളിക്കുന്ന വിഭാഗം ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഇവയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, കിങ്ഡം മൊനിയറയുടെ യഥാർത്ഥത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ബാക്ടീരിയകൾക്ക് ബാധകമാണ്. ദ മേ ബി ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. അതിൽ സ്വപോഷികളുണ്ടാവാം, പരപോഷികളുണ്ടാവാം. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരുണ്ടാവാം, മറ്റുള്ളവർ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരുണ്ടാവാം. ഓട്ടോട്രോഫിക് തന്നെ 2 തരത്തിലാവാം. സോ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് ആയിരിക്കാം അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ആയിരിക്കാം. ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ തന്നെ 2 തരത്തിലായിരിക്കാം. ഫോട്ടോസിന്തറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ആയിരിക്കാം. ഓട്ടോട്രോഫിക് ബാക്ടീരിയ മേ ബി ഫോട്ടോസിന്തറ്റിക് ഓർ കീമോസിന്തറ്റിക്. ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ആയിരിക്കാം. ഫോട്ടോസിന്തറ്റിക് എന്താണ് നിങ്ങൾക്കറിയാം. പ്രകാശ സംശ്ലേഷണം. ലൈറ്റ് എനർജി ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതേസമയം കീമോസിന്തസിസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രാസസംശ്ലേഷണം അല്ലെങ്കിൽ രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചും കൊണ്ട് കാർബൺ ഡയോക്സൈഡ് വാട്ടർ കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് കീമോസിന്തസിസ് എന്ന് പറയുന്നത്. കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓക്സിഡൈസ് വാരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് അമോണിയ, നൈട്രൈറ്റ്സ് ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദി സിന്തസിസ് ഓഫ് ഫുഡ്. കീമോസിന്തസിസ് എന്ന് പറയുന്ന രീതി ബാക്ടീരിയകളിൽ മാത്രം കാണുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. അപ്പോൾ ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ വിവിധ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളായിട്ടുള്ള അകാർബണിക പദാർത്ഥങ്ങളായിട്ടുള്ള അമോണിയ, നൈട്രേറ്റുകൾ ഇവയെ ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് ധാരാളം എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചും കൊണ്ട് കാർബൺ ഡയോക്സൈഡും വാട്ടർ കമ്പൈൻ ചെയ്ത് ആഹാരമുണ്ടാക്കും, ഫുഡ് നിർമ്മിക്കും. കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. കീമോസിന്തറ്റിക് ബാക്ടീരിയകൾ വിവിധ
അകാർബണിക പദാർത്ഥങ്ങളെ ഓക്സിഡൈസ് ചെയ്യുന്നു, ഓക്സീകരിക്കുന്നു. സജസ് അമോണിയ നൈട്രേറ്റ്സ്, നൈട്രൈറ്റുകൾ, അമോണിയ പോലെയുള്ളവ. ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദ സിന്തസിസ് ഓഫ് ഫുഡ്. സ്വതന്ത്രമാകുന്ന ഊർജം ഭക്ഷണ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്ടീരിയകൾ ഹെറ്ററോട്രോഫിക് ആണ്, പരപോഷികളായിട്ടുള്ള ബാക്ടീരിയകളുമുണ്ട്. ഇത് രണ്ട് തരത്തിലാവും. ഒന്ന് സാപ്രോഫൈറ്റിക് ആവും, അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കാം. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീകമ്പോസിങ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നവരെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളുടെ സഹായത്താലാണ്. അതുപോലെ ധാരാളം ബാക്ടീരിയകൾ പാരസൈറ്റിക് ആണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെല്ലാം പാരസൈറ്റിക് ആണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ മേ ബി സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആവാം. ഇത്രയുമാണ് ബാക്ടീരിയകളുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ബാക്ടീരിയയിലുള്ള റിപ്രൊഡക്ഷനാണ്. ബാക്ടീരിയകൾ പ്രധാനമായിട്ടും റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രത്യുൽപാദനം നടക്കുന്നത്, വംശവർദ്ധനവ് നടക്കുന്നത് സെൽ ഡിവിഷനിലൂടെയാണ്, അല്ലെങ്കിൽ ഫിഷനിലൂടെയാണ്. ബൈനറി ഫിഷനാണ് സാധാരണ രീതി, അല്ലെങ്കിൽ ദ്വിവിഭജനം. ബാക്ടീരിയയുടെ സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെ രണ്ട് കുഞ്ഞു ബാക്ടീരിയകളായിട്ട് മാറും. ചില പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ, അൺഫേവറബിൾ കണ്ടീഷൻസിലെല്ലാം അവയുടെ ശരീരത്തിനകത്ത് സ്പോറുകൾ ഫോം ചെയ്യും. സ്പോറുകൾ എന്ന് പറഞ്ഞാൽ കട്ടിയേറിയ ആവരണത്തോടു കൂടിയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സ്പോറുകൾ എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലുള്ളത് കൊണ്ട് അവയെ എൻഡോസ്പോറുകൾ എന്ന് വിളിക്കും. ഇനി ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ അനുകൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സ്പോർ വാള് ബ്രേക്ക് ചെയ്യും, അങ്ങനെ അവ ഡിവൈഡ് ചെയ്തുകൊണ്ട് ധാരാളം കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പോൾ ഒന്ന് ഫിഷനിലൂടെയാണ് അവ സാധാരണ റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറ്റൊന്ന് എൻഡോസ്പോർ ഫോർമേഷനിലൂടെ. ഇനി ബാക്ടീരിയകളിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ടോ? നമ്മളിലൊക്കെ ഉള്ള പോലെയുള്ളൊരു സെക്ഷൽ റിപ്രൊഡക്ഷൻ ബാക്ടീരിയകളിലില്ല. നമ്മളിലൊക്കെ ഗമീറ്റുകൾ, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒക്കെ ഉണ്ട്, അവ ഫ്യൂസ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. എന്നാൽ ബാക്ടീരിയകളിൽ അങ്ങനെ ഗമീറ്റ് ഫോർമേഷനൊന്നും നടക്കുന്നില്ല സാധാരണഗതിയിൽ. എന്നാൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ജീനുകളുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഒരു തരത്തിലുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ ബാക്ടീരിയകളിലും നടക്കുന്നുണ്ടെന്ന് പറയും. ചില ബാക്ടീരിയകൾ അവയുടെ DNA മറ്റൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. DNA ട്രാൻസ്ഫർ ബാക്ടീരിയകളിൽ നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു തരത്തിലുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ ബാക്ടീരിയകളിൽ നടക്കുന്നുണ്ട്, ബൈ ജീൻ ട്രാൻസ്ഫർ ഓർ DNA ട്രാൻസ്ഫർ. ദെൻ ബാക്ടീരിയകളെ അവയുടെ ആകൃതി അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയി തരംതിരിക്കാം. ഉരുണ്ട ആകൃതിയിലുള്ളവ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവയെ നമ്മൾ കോക്കസ് ബാക്ടീരിയകൾ അല്ലെങ്കിൽ കൊക്കൈ. ഒരു റോഡ് ആകൃതിയിൽ, ദണ്ഡാകൃതിയിലാണെങ്കിൽ ബാസിലസ്, പ്ലൂരൽ ബാസിലൈ. സ്പൈറൽ ആകൃതിയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രിങ് പോലെയാണെങ്കിൽ സ്പൈറില്ലം, പ്ലൂരൽ സ്പൈറില്ല. ഒരു കോമയിട്ട പോലെയാണെങ്കിൽ, കോമ ഷേപ്പ്ഡ് ആണെങ്കിൽ വിബ്രിയോ എന്ന് പറയും. കോക്കസ്, സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയകളെ പറയുന്ന പേരാണ് കോക്കസ്. ബാസിലസ് റോഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ ബാസിലസ് എന്ന് പറയാം. സ്പൈറില്ലം സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ സ്പൈറില്ലം എന്ന് പറയാം. വിബ്രിയോ കോമ ഷേപ്പ്ഡ് ആണെങ്കിൽ വിബ്രിയോ എന്ന് പറയാം. കോക്കസ് ബാക്ടീരിയകളുടെ ഒരു ഫോട്ടോഗ്രാഫാണ്, മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫ്. ഉരുണ്ട ആകൃതിയിൽ കാണാം. സ്പൈറില്ലം സ്പൈറൽ ഷേപ്പ്ഡ് ഒരു സ്പ്രിങ് പോലെ കാണുന്നു, മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ് സ്പൈറില്ലം. സ്പൈറില്ലം ബാക്ടീരിയകളുടെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. വിബ്രിയോ കോമയുടെ ഷേപ്പിലുള്ള ബാക്ടീരിയകൾ, ഒരു കോമ ഇട്ട പോലെ വിബ്രിയോ, മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫാണ്. ബാക്ടീരിയയുടെ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ബാക്ടീരിയയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല, വ്യക്തമായിട്ടുള്ള DNA നെയ്ക്കഡാണ്. ബാക്ടീരിയയുടെ സ്ട്രക്ചർ കാണിക്കുന്ന മറ്റൊരു ഡയഗ്രമാണ്. വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് കാണില്ല. ദെൻ മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. സയനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ നീലഹരിത ആൽഗകൾ എന്നും പറയാറുണ്ട്. ഇവ സാധാരണ വെള്ളത്തിലാണ് കാണാറുള്ളത്, അല്ലെങ്കിൽ ഈർപ്പമുള്ള ഭാഗങ്ങളിലൊക്കെയാണ് സയനോ ബാക്ടീരിയകൾ കാണാറുള്ളത്. ഇവയിലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോട്ടോസിന്തറ്റിക് ആണ്. മറ്റുള്ള മൊനീറൻസിനെ പോലെയല്ല, ഫോട്ടോസിന്തസിലൂടെ മാത്രമാണ് സയനോ ബാക്ടീരിയകളിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് അവ ആഹാരം നിർമ്മിക്കുന്നത്. ഇനി ഇവിടെ ശരീരം പലതരത്തിലുണ്ട്. യൂണിസെല്ലാർ ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെൻറ്റസ് ഉണ്ട്. ചില സയനോ ബാക്ടീരിയകളിൽ സിംഗിൾ സെൽസ് ആയിരിക്കും. ചിലതിൻ്റെ ശരീരത്തിൽ സിംഗിൾ സെൽസ് തന്നെ ആയിരിക്കും, പക്ഷെ അതൊരു കൂട്ടമായിട്ടാണ് കാണുക. അതിനെയാണ് നമ്മൾ കൊളോണിയൽ എന്ന് പറയുന്നത്. ചിലവയുടെ ശരീരം നാര് പോലെ ആയിരിക്കും. നാര് പോലെയാണെങ്കിലാണ് ഫിലമെൻറ്റസ് എന്ന് പറയുന്നത്.
ഇനി ഇവയുടെ കോളനിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ജലാറ്റിനസ് ഷീത്ത് കാണാം. വഴുവഴുപ്പുള്ള ഒരു ആവരണം കാണാം, അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് എന്നും പറയാറുണ്ട്. ഈ മ്യൂസിലേജിനസ് ഷീത്ത് ഉള്ളത് കൊണ്ട് തന്നെ മഴക്കാലങ്ങളിലൊക്കെ സയനോബാക്ടീരിയകൾ കൂടുതലായി വളരുന്ന സ്ഥലങ്ങൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായി വിടാനുള്ള സാധ്യതയുണ്ട് ഈ വഴുവഴുപ്പ് കാരണം. ഇനി മലിനീകരണം സംഭവിച്ച ജലാശയങ്ങളിൽ, പൊല്യൂഷൻ കൂടുതലായി സംഭവിച്ചിട്ടുള്ള ജലാശയങ്ങളിൽ, കുളങ്ങളിലോ മറ്റുമൊക്കെ സയനോബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് അവ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ധാരാളം എണ്ണമായിട്ട് മാറും. ഈ ഫിനോമിനയെ പറയുന്ന പേരാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയും. ദേ ഫോം ആൽഗൽ ബ്ലൂം ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടറിൽ, മലിനമായ ജലത്തിൽ അവ ആൽഗൽ ബ്ലൂമിന് കാരണമാവും. ആൽഗൽ ബ്ലൂം വാട്ടർ ക്വാളിറ്റി മോശമാക്കും. മാത്രമല്ല ഫിഷസ് പോലെയുള്ളവയ്ക്ക് ചത്തുപോകാനൊക്കെ കാരണമായേക്കും. സയനോബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ് അനബീന, നോസ്റ്റോക്ക്. മറ്റൊരു എക്സാമ്പിളാണ് ഓസിലറ്റോറിയ. നോസ്റ്റോക്ക്, ഓസിലറ്റോറിയൊക്കെ പ്രാക്ടിക്കലിന് ഒബ്സർവ് ചെയ്യാനുള്ളതാണ്. ഇനി ചില സയനോബാക്ടീരിയകൾക്ക് പ്രത്യേക സെല്ലുകളുണ്ട്. ആ പ്രത്യേക സെല്ലുകളെ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഇവയ്ക്ക് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്, ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ വലിച്ചെടുത്ത് അതിനെ അമോണിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഈ പ്രത്യേക സെല്ലുകളെ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഡയഗ്രത്തിൽ കാണാവുന്നതാണ് ഹെറ്ററോസിസ്റ്റ്. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനബീന. നോസ്റ്റോക്ക്, അനബീനയിലൊക്കെ ഹെറ്ററോസിസ്റ്റ് കാണാവുന്നതാണ്. ഡയഗ്രത്തിൽ മ്യൂസിലേജിനസ് ഷീത്തൊക്കെ കാണാം. ജലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് കോളനിയെ സറൗണ്ട് ചെയ്തുകൊണ്ട്. Some of them can fix atmospheric nitrogen in specialized cells called heterocyst. പ്രത്യേക സെല്ലുകളായിട്ടുള്ള ഹെറ്ററോസിസ്റ്റുകളിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ചിലർക്ക് കഴിയും. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനബീന. നോസ്റ്റോക്കിൻ്റെ ഒരു ഡയഗ്രമാണ്. നോസ്റ്റോക്കിൻ്റെ മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫും കാണാം. ദ നെക്സ്റ്റ് ഗ്രൂപ്പ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെക്കുറിച്ച് 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, ദ ലാക്ക് സെൽ വാൾ. കിങ്ഡം മൊനിയറയിലെ എല്ലാ ജീവികൾക്കും സെൽവാളുണ്ട്, കോശഭിത്തിയുണ്ട്. എന്നാൽ മൈക്കോപ്ലാസ്മകൾക്ക് സെൽവാളില്ല, കോശഭിത്തിയില്ല. മറ്റൊന്ന്, ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. അവയാണ് ഏറ്റവും ചെറിയ ജീവനോടുകൂടിയ കോശങ്ങൾ. സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്കോപ്ലാസ്മയുടെ സെല്ലുകളാണ് സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് സെല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ സെല്ല്. ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മയുടേതാണ്. മറ്റൊന്ന്, ഇവയ്ക്ക് അനോറോബിക് എൻവയോൺമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത എൻവയോൺമെൻറ്റിലും അവയ്ക്ക് ജീവിക്കാൻ കഴിയും. സോ ദ ലാക്ക് സെൽവാൾ. അവയ്ക്ക് സെൽവാളില്ല. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. ഏറ്റവും ചെറിയ സെല്ലുകളാണ് ഇവയുടേതും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കിങ്ഡം മൊനിയറയെക്കുറിച്ചാണ് പഠിച്ചത്. കിങ്ഡം മൊനിയറയിൽ വിവിധ തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളെ നമ്മൾ ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നിങ്ങനെ 2ആയി തരംതിരിക്കാം. ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ വളരെ ഹാഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നവരെയാണ് ആർക്കെ ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സിലാണെങ്കിൽ അവയെ നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയും. എക്സ്ട്രീം സാൾട്ടി ഏരിയാസിലാണെങ്കിൽ ഹാലോഫൈൽസ് എന്ന് പറയും. ചതുപ്പ് നിലങ്ങളിലാണെങ്കിൽ മെത്തനോജൻസ് എന്ന് പറയും. മെത്തനോജൻസ് റുമിനൻ്റ് അനിമൽസിൻ്റെ ഗഡ്സിൽ കാണാം. അവയുടെ ഡങ്ങിൽ നിന്നും ബയോഗ്യാസ് ഫോർമേഷൻ അഥവാ മീഥേൻ ഗ്യാസ് ഉൽപ്പാദനത്തിന് ഇവ കാരണമാകുന്നു. യു ബാക്ടീരിയകൾ അവ ട്രൂ ബാക്ടീരിയകൾ എന്ന് പറയും. അതിലുള്ള വിവിധ വിഭാഗങ്ങളാണ് ബാക്ടീരിയകൾ, സയനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയകളെ അവയുടെ ഷേപ്പിന് അടിസ്ഥാനത്തിൽ നമുക്ക് 4ആയി തിരിക്കാം. കോക്കസ്, ബാസിലസ്, സ്പൈറിലം, വിബ്രിയോ. സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ആണെങ്കിൽ കോക്കസ്, റോഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ ബാസിലസ്, സ്പൈറൽ ആകൃതിയാണെങ്കിൽ സ്പൈറിലം, കോമ ഷേപ്പ്ഡ് ആണെങ്കിൽ വിബ്രിയോ. സയനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ അവ പൊല്യൂട്ടഡ് വാട്ടറിൽ ആൽഗൽ ബ്ലൂമിന് കാരണമാവും. ചില സയനോബാക്ടീരിയകളിൽ പ്രത്യേക സെല്ലുകളുണ്ട്. ആ പ്രത്യേക സെല്ലുകൾ നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. ആ ഹെറ്ററോസിസ്റ്റിൽ നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. എക്സാമ്പിൾ നോസ്റ്റോക്ക്, അനബീന. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽവാളില്ല. അവയാണ് ഏറ്റവും ചെറിയ ലിവിങ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക. സ്ലൈഡ്സ് നോക്കിക്കൊണ്ട് നന്നായി പഠിക്കുക. പുതിയ ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലുള്ള മിക്കവാറും ടോപ്പിക്കുകളും നിങ്ങൾ ലോവർ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇവയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.